ഹായ്, തെങ്കാശിയിലെ ഏതോ ഒരു സ്ട്രീറ്റിലാണുള്ളത്. തെങ്കാശി അമ്പലം ലക്ഷ്യമാക്കി അങ്ങോട്ട് നടക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പം എത്രാമത്തെ തെങ്കാശി യാത്രയാണെന്ന് ഞാൻ മറന്നു. കാരണം അത്രത്തോളം ഞാൻ തെങ്കാശിയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ചാനലിലാണെങ്കിലും തെങ്കാശിയെ പറ്റി ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കൂടുതലും സുന്ദരവാണ്ടിപുരത്ത് സൂര്യകാന്തി പൂക്കുന്ന ഒരു സമയത്തൊക്കെയാണ് എപ്പോൾ വരാറ്. ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും വരാൻ താല്പര്യമുള്ളൊരു സ്ഥലമായതുകൊണ്ട് വീണ്ടും വന്നാണ്. ഇത്തവണ സ്ഥലങ്ങൾ കാണുക ഉദ്ദേശം. ഒരു ഹൈബർ ഇത്തവണ സ്ഥലങ്ങൾ കാണുക എന്നുള്ളതല്ല ഉദ്ദേശം. നമ്മളിവിടെ ഫുഡ് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇത്രയും നാളും വരുമ്പം ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിലും അതങ്ങനെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. ഇവിടുത്തെ ഗ്രീനറിയും കുറച്ച് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത്തവണ ഞാനും സുബോധും ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. ആദ്യം തെങ്കാശി അമ്പലത്തിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് തിരുനെൽവേലി ഹൽവ കിട്ടുന്നൊരു സ്ഥലമുണ്ട്. അവിടോട്ട് പോയി തിരുനെൽവേലി ഹൽവ ട്രൈ ചെയ്യാം. എന്നിട്ട് വേറെ എന്തെങ്കിലും കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ പോകണം. കാരണം ഞങ്ങൾക്ക് വേറൊരു പ്ലാനുണ്ട്, അത് വഴിയെ പറയാം. നമ്മൾ പുനലൂരിൽ നിന്നൊരു KSRTC ബസ് കയറി ഇങ്ങനെ ഡയറക്റ്റ് തെങ്കാശി വന്ന് അമ്പലത്തിന് തൊട്ട് മുന്നേ ഉള്ള സ്റ്റോപ്പിൽ ഇറങ്ങുക ചെയ്തത്. എന്നിട്ട് ഇങ്ങനെ ഈ സ്ട്രീറ്റിൽ കൂടെ നടക്കുക. ഉച്ചയ്ക്ക് ഒരു മണിയായിട്ടുണ്ട്. വലിയ ചൂടില്ല. കമ്പാരിറ്റീവ്ലി ഇപ്പോൾ തമിഴ്നാട്ടിലെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നല്ല ചൂടാണ്. കേരളത്തിൽ ഇപ്പോൾ ചെറുതായിട്ട് മഴ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ ഇൻഫ്ലുവൻസ് ഉള്ളൊരു സ്ഥലമാണ്. പിന്നെ തെങ്കാശി എന്ന് പറയുന്നത് ഇവിടുത്തെ വണ്ടിയോടിയെന്ന് പറയുന്നുള്ളൂ ഒരു രക്ഷയില്ലാത്തൊരു സ്ഥലമാണ്. ഞാൻ പറഞ്ഞത് നമ്മുടെ കേരളത്തിൽ മഴയുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫ്ലുവൻസ് നമുക്ക് തെങ്കാശിയിലും ഫീൽ ചെയ്യും. പിന്നെ തെങ്കാശിയിൽ നല്ല കാറ്റാണ്. സോ നമ്മളത്ര ടയേർഡ് ആവില്ല എന്ന് വിചാരിക്കണം.